ഹലോ ഗൈസ്, അപ്പോൾ നാട്ടിൽ പോവാട്ടെ ഗൈസ്. അപ്പോൾ ഇപ്പോൾ ഒറ്റയ്ക്കല്ലേ, അപ്പോൾ ഏതായാലും കൂടുതൽ നിന്നാൽ ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോവാട്ടെ. ഇപ്പോൾ അവിടെ ഒറ്റയ്ക്കായതുകൊണ്ട് ഇപ്പോൾ എന്തൊക്കെ കാട്ടി കൂട്ടിയോന്ന് അറിയില്ല എന്നിട്ട് ഉമ്മ അങ്ങനെ കേട്ടോ. അപ്പോൾ ഓൾക്ക് ഞങ്ങൾ പോകാനാണ്ട് കുട്ടീനെ എടുത്തിട്ട് മതിയായിട്ടില്ല കേട്ടോ ഗൈസ്. അങ്ങനെ ഓൾക്ക് കുട്ടീനെ കുറച്ച് നേരം എടുക്കാൻ കൊടുത്തിട്ടോ. അങ്ങനെ കുറച്ച് നേരം എടുക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾ അങ്ങനെ റെഡി ആവലൊക്കെ കഴിഞ്ഞതിന് ശേഷം പോകാൻ വേണ്ടി നിന്നു കേട്ടോ. അപ്പോൾ 2 മണിക്ക് ആയിക്കോളും കേട്ടോ പോകാൻ വേണ്ടി നിന്നപ്പോൾ 2:30 ബസ് വരിക. അപ്പോൾ നമ്മൾ KSRTC പോകണത്. നാട്ടിലേക്ക് നേരിട്ടുണ്ട് കേട്ടോ. ഇവിടുന്ന് തൃശ്ശൂർ ബസ് ഉണ്ടാവുക, നേരിട്ട് നമ്മളെ നാട്ടിലേക്ക് എത്തോട്ടോ. 5 മണിക്കൂറിന് കേട്ടോ ഗേൾസ് ഉള്ളത് പറയാലോ. 5 മണിക്കൂർ ഇരിക്കണം കേട്ടോ ഗേൾസ്. മനുഷ്യർ ഇരുന്ന് ചടക്കും കേട്ടോ. പിന്നെ ചുരം ഇറങ്ങിയിട്ടാണ് ഇത് പോവുക, നാടടി ചുരം. അത് കഴിഞ്ഞിട്ടാണ് നാട്ടിലേക്ക് എത്തോളും. പിന്നെ ബൈക്കട എത്തുമ്പോൾ കുറച്ച് നേരം നിർത്തിയില്ല കേട്ടോ. അപ്പോൾ ഇത് കസിനാട്ടോ. അപ്പോൾ ഓനായിട്ടോ കൊണ്ടായി തന്നത് റോട്ടുമ്മക്ക്. അങ്ങനെ അവിടെ എത്തിയിട്ട് ഞങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. ഒരു 2:10 എത്തിക്കണ്. പക്ഷെ 2:30 ആയിട്ടും ബസ് വേണമല്ലോ കേട്ടോ. അങ്ങനെ പിന്നെ 45 എന്നിട്ടും ബസ്സില്ല. അപ്പോൾ ബസ് പോയി എന്ന് മനസ്സിലായിട്ടോ ഗൈസ്. ബസ് പോയി എന്നിട്ട് ഞങ്ങൾ ആദ്യം വിചാരിച്ച്. പക്ഷേ അവിടെയുള്ള കടക്കാരെ വെച്ച് പറഞ്ഞു ബസ് വന്നിട്ടില്ല കേട്ടോ. പിന്നെ നല്ല വെയിലല്ലേ. അപ്പോൾ പിന്നെ ഞങ്ങൾ ആ കടയിൽ കയറി കുറച്ച് നേരം ഇരുന്നു കേട്ടോ. നല്ല ചൂടൊക്കെ ആയതുകൊണ്ട് പിന്നെ കുറേ നേരം അവിടെ ഇരിക്കേണ്ടി വന്നിട്ടോ ഗൈസുള്ളത് പറയാലോ. ഇരുന്ന് ചടച്ചു കേട്ടോ. പിന്നെ 4 മണിക്കുള്ള ബസ് എന്നാട്ടോ പറഞ്ഞത്. പിന്നെ വീട്ടിൽ തന്നെ തിരിച്ചു പോകാൻ അമ്മായി അങ്ങോട്ട് പോകുന്നല്ലേ, നാളെ പോവാന്നൊക്കെ പറഞ്ഞിട്ടാ. പിന്നെ ഇനി ഏതായാലും മാറ്റി ഒരുങ്ങി പോകുന്നതല്ലേ എന്ന് എഴുതിയിട്ട് പിന്നെ ഞങ്ങൾ അവിടെ തന്നെ നിന്നു കേട്ടോ. പിന്നെ അങ്ങനെ ഒരു 4 മണി 4:10 ആയപ്പോഴത്തേന് പിന്നെ ബസ് വന്നിട്ടോ, KSRTC വന്നു. പിന്നെ അതിൽ കയറുന്ന വീഡിയോ നിർത്തില്ല കേട്ടോ. കാരണം കയറിയിട്ട് നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സീറ്റൊന്നും അങ്ങനെ കിട്ടിയില്ല കേട്ടോ. എനിക്ക് സീറ്റ് ഒന്നും കുട്ടിയുള്ളതുകൊണ്ട് ഉമ്മാക്ക് സീറ്റൊന്നും കിട്ടിയിരുന്നില്ല. പിന്നെ കുറച്ചും കഴിയുമ്പോൾ പിന്നെ ഒരു ടൗണിലുണ്ട്. ആ ടൗണിൽ എത്താനായപ്പോൾ പിന്നെ അവിടെ ആൾക്കാർ ഇറങ്ങിയിട്ടോ. പിന്നെ അവിടുന്ന് സീറ്റൊക്കെ കിട്ടിയിട്ടോ. പിന്നെ അങ്ങനെ ഞങ്ങൾ സീറ്റിലൊക്കെ ഇരുന്ന് ഞാനും ഉമ്മയിരുന്നു. പിന്നെ ഉമ്മീറ്റ് അപ്പുറത്തെ സൈഡിലെ സീറ്റിലായിരുന്നു, ഞാൻ ഇപ്പുറത്ത് കേട്ടിരുന്നേ. പിന്നെ അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടു പോയിട്ടോ ഗൈസ്. നല്ല കാഴ്ചകളൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ അറ്റ്ലസ് ഒക്കെ കണ്ടിട്ടോ ഗൈസ്. എവിടെ വെച്ചാൽ ഇത് നിലമ്പൂരിലെ അറ്റ്ലസ് കേട്ടോ. അപ്പം അങ്ങനെ അറ്റ്ലസ് ഒക്കെ കണ്ടിട്ടാട്ടോ പോണത്. അങ്ങനെ പിന്നെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. പിന്നെ മോന് വണ്ടി കയറി അപ്പം ഇറങ്ങണ പണിയാട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ ചാടിക്കാൻ നിർത്തിയിരുന്നു. അപ്പം ഞങ്ങളവിടുന്ന് ചായ കുടിച്ചിരുന്നു. പക്ഷെ അതൊന്നും എനിക്ക് ആ വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ. അവിടെ നല്ല മഴ ഉണ്ടായിരുന്നു കേട്ടോ ഗൈസ്. അപ്പോൾ മഴയും പിന്നെ മോനും ഇറങ്ങിയിരിക്കുന്നു. അങ്ങനെയൊക്കെ പാടായിട്ട് എനിക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ അവിടുന്ന്. പിന്നെ പകുതി എത്തിയിട്ടാട്ടോ വീഡിയോസ് എടുക്കണ ഓർമ്മ വരുന്നത്. ചേരം അവിടെയൊക്കെ ഇരുന്ന് പിന്നെ ഞങ്ങൾ പെരിന്തൽമണ്ണ സ്റ്റാൻഡിൽ എത്താനായിട്ടോ. അപ്പോൾ ഒരു 8:30 കഴിക്കണം കേട്ടോ അവിടെ എത്താനായപ്പോൾ. നല്ല വൈകിയിരുന്നു കേട്ടോ. 8:30-8:45 കഴിഞ്ഞു കേട്ടോ. അപ്പം അങ്ങനെ പെരിന്തൽമണ്ണ സ്റ്റാൻഡിലെത്തിയതിനു ശേഷം പിന്നെ അവിടുന്ന് പാലക്കാട് ബസ്സിൽ കയറണം. ഇത് തൃശ്ശൂർക്കുള്ള ബസ്സല്ലേ. അപ്പോൾ അവിടെ ഇറങ്ങിയതിനു ശേഷം പിന്നെ വേറെ ബസ്സിന് കയറി പോകണം കേട്ടോ. അപ്പോൾ അവിടെ തന്നെ ഹോട്ടലുണ്ടായിരുന്നു കേട്ടോ, ക്യാൻറ്റീൻ. അപ്പോൾ അവിടുന്ന് ഫുഡൊക്കെ മേടിച്ചിട്ട് വീട്ടിൽ ചെന്നിട്ട് ഞാൻ ഫുഡൊക്കെ ആ ടൈം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ പിന്നെ അവിടുന്ന് ഫുഡ് മേടിച്ചു കേട്ടോ. അപ്പോൾ ഉമ്മക്ക് ബിരിയാണി ഒന്നും വേണ്ട, വെറും ചോറ് മതിയാണ്. അപ്പോൾ അവിടുന്ന് അങ്ങനെ ക്യാൻറ്റീൻ കേട്ടോ മേടിച്ച് ഫുഡൊക്കെ മേടിച്ചിട്ടാട്ടോ പോയത്. അപ്പോൾ ഓക്കെ, വീഡിയോ ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട്